എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 6 മലയാളം ഒട്ടനവധി സംഘർഷങ്ങൾ വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു. ഒട്ടനവധി പ്രേക്ഷകർ ക്രിട്ടിസൈസ് ചെയ്ത ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് 6. ഇപ്പോഴിതാ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 ആരംഭിച്ചത് മുതൽ കീരിയും പാമ്പും പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് സിബിനും ജാസ്മിനും. എന്തിനേറെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടും അതേ ഒരു സ്വഭാവം നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ജാസ്മിൻ ഇന്റർവ്യൂവിൽ എടുത്തു പറയുന്നുണ്ട്, പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു, ആര് അവൻ മന്മഥനോ? ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷം സിബിൻ ജാസ്മിനെതിരെ റിയാക്ട് ചെയ്തിരുന്നു. ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചപ്പോൾ സിബിന് വട്ടായോ എന്ന കമന്റ് ബോക്സിൽ നിറയുകയാണ്. ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ഫോട്ടോ പങ്കുവച്ച സമയത്ത് അതിന്റെ താഴെ വന്ന കമന്റാണിത്. ജാസ്മിൻ ജാഫറെ മെൻഷൻ ചെയ്താണ് കമന്റ് വന്നിരിക്കുന്നത്. ഇതിനൊരു തക്കതായ മറുപടി ഗബ്രി കൊടുത്തിട്ടുണ്ട്. നിങ്ങളാരെയും ഹെർട്ട് ചെയ്യേണ്ട ഒരാൾക്ക് നേരെ വെറുപ്പ് പകർത്തിയാൽ അവർക്ക് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നാണ് ഗബ്രിയുടെ മറുപടി. അവർക്ക് വന്ന കമന്റ് ഇങ്ങനെയായിരുന്നു, സിബിൻ പ്രാന്ത് കൂടിയിട്ട് ഷോക്കടിപ്പിക്കാൻ പള്ളിവാസിൽ കൊണ്ടുപോയി എന്നാണ് കേട്ടത്. അത് ശരിയാണോ? പോസിറ്റീവായി ഗബ്രി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. ഇത്രയേറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടും മുന്നോട്ട് തന്നെയാണ്. ജാസ്മിന്റെ ഇന്റർവ്യൂവിൽ സിബിനെ പറ്റി പറഞ്ഞ വാക്കുകൾ വൈറൽ ആയിരുന്നു. ജാസ്മിനും ഗബ്രിയും ഒന്നിച്ച് ഇന്നോഗ്രേഷൻ എത്തിയപ്പോൾ ഇത് കണ്ട് സിബിൻ ജാസ്മിനെതിരെ റിയാക്ട് ചെയ്തിരുന്നു. സിബിൻ ജാസ്മിനെ ഏതുവിധത്തിലും തരംതാഴ്ത്തുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് തന്നെ പറയാം. ഈ കാരണം കൊണ്ട് തന്നെ സിബിൻ എതിരെയാണ് ഇപ്പോൾ പ്രേക്ഷകർ. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇവർ ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. സിബിനെതിരെ നിരവധി കമന്റ്സ് വരുന്നുണ്ട്. സുഖമില്ലാത്ത കുട്ടിയാണ്, വിട്ടുകളയാം. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഫ്രോഡ് പ്ലെയറെ കണ്ടിട്ടില്ല. അടുത്തവന്റെ കിടപ്പുമുറിയിൽ എന്തു നടക്കുന്നു എന്നുകൂടി തിരഞ്ഞുപോവും. ഇവൻ ബിഗ് ബോസിലെ ഡോക്ടർ മെന്റലിനുള്ള ഗുളിക കൊടുത്തത് തീർത്തും ശരിയാണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ കമന്റുകളാണ് വരുന്നത്. ഗബ്രി ആരുടെ നേരെയും നെഗറ്റീവ് പറയാൻ നിന്നില്ല. അത്രയേറെ നെഗറ്റീവ് ആണ് ഗബ്രിക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ പോസിറ്റീവായി എടുത്തു. ജാസ്മിനും ആയിട്ടുള്ള സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒന്നിച്ചുള്ള ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.